ഗുഡ് ഈവനിങ് എവറി വൺ. അപ്പൊ ഇന്ന് നമ്മൾ നീൽസ് അക്കാഡമിയിൽ ഡിസ്കസ് ചെയ്യുന്നത് സാനിറ്ററി കെമിസ്ട്രി എക്സാമിന്റെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ഓൾറെഡി പോർഷൻസ് എല്ലാം കംപ്ലീറ്റഡ് ആണ്. അപ്പൊ ഇന്ന് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിന്റെ റിവിഷൻ ആണ്. കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് എന്ന് പറയുന്ന മൊഡ്യൂളിന്റെ റിവിഷൻ നമുക്ക് നോക്കാം. അതായത് ഇവിടെ റിവിഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആദ്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരും. പിന്നെ നമ്മളൊരു ചാപ്റ്ററിന് ഒരു 10 ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അത് ആൻസർ ചെയ്ത് പോവാന്നുള്ളതാണ്. ഇതിൽ PYQs ഉണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. നമുക്ക് ഫസ്റ്റത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ടു റിവൈസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഫസ്റ്റ് ചാപ്റ്റർ വന്നിട്ട് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ആണ്. അതിൽ മെയിൻ ആയിട്ട് സോപ്പിന്റെ ഫോർമുലേഷനും അതേപോലെ ഡിറ്റർജൻസിന്റെ ഫോർമുലേഷനാണ് പഠിക്കാനുള്ളത്. ഇതിന്റെ രണ്ടിന് ഡിഫറൻസ് പഠിച്ചാൽ തന്നെ ഏകദേശം ആ ഒരു ചാപ്റ്റർ ആ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആവും. എന്താണ് സോപ്പ്, എന്താണ് ഡിറ്റർജന്റ് എന്ന് നമുക്ക് നോക്കാം. സോപ്സ് എന്ന് പറയുന്നത് എന്താണ്? സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട് ഓഫ് ഫാറ്റി ആസിഡ്സ് ആണ്. അത് ചോദിക്കാം. ഇനി ഡിറ്റർജന്റിന്റെ വ്യത്യാസം എന്താണ്? സോഡിയം പൊട്ടാസ്യം സോൾട്ട് തന്നെയാണ്, പക്ഷെ അവിടെ ഫാറ്റി ആസിഡ് അല്ല വരുന്നത്. അവിടെ അതിന് പകരം എന്താണ്? സൾഫോണിക് ആസിഡ് ആണ് യൂസ് ആക്കിയിട്ടുള്ളത്. അതായത് SO3 ആണ് വരുന്നത്. ഇവിടെ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് COOH ആണ്. അത് എന്തായിട്ടാ വരുന്നത്? COO - Na+ ഗ്രൂപ്പ് ആയിട്ടാണ് മാറുന്നത്. ഡിറ്റർജന്റിന്റെ കേസിൽ SO3 ഗ്രൂപ്പ് ആണ്. SO3 Na ഗ്രൂപ്പ് ആയിട്ടാണ് മാറുന്നത്. ഇനി ഹാർഡ് വാട്ടറിൽ വർക്ക് ചെയ്യാത്തത് അല്ലെങ്കിൽ ലാദർ ഫോം ചെയ്യാത്തത് സോപ്പാണ്. പക്ഷെ ഡിറ്റർജന്റ് എന്ത് ചെയ്യും? ലാദർ ഫോം ചെയ്യും, ഈവൻ ഇൻ ഹാർഡ് വാട്ടറിൽ. അതേപോലെ അസിഡിക് വാട്ടറിലും സലൈൻ വാട്ടറിലും സോപ്പ് ലാദർ ഫോം ചെയ്യില്ല. പക്ഷെ ഡിറ്റർജന്റ് അസിഡിക് വാട്ടർ ആണെങ്കിലും ഹാർഡ് വാട്ടർ ആണെങ്കിലും സലൈൻ വാട്ടർ ആണെങ്കിലും ലാദർ ഫോം ചെയ്യും. പിന്നെന്താണ്? ഫുള്ളി ബയോഡിഗ്രേഡബിൾ ആണ് നമ്മുടെ സോപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഡിറ്റർജൻസ് എന്താണ്? ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺസ് ആയതുകൊണ്ട് തന്നെ നോൺ ബയോഡിഗ്രേഡബിൾ ആണ്. അതും അവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. സോപ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ബയോഡിഗ്രേഡബിൾ ആണ്. ഡിറ്റർജൻസ് എന്ന് പറയുന്നത് ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺ ചെയിൻ ആയതുകൊണ്ട് നോൺ ബയോഡിഗ്രേഡബിൾ ആണ്. റൈറ്റ്, സോഡിയം പാൽമിറ്റേറ്റ് ഒക്കെയാണ് നമ്മുടെ ഡിറ്റർജന്റിന്റെ എക്സാമ്പിൾ ആണ് സോഡിയം ക്ലോറൈഡ് സൾഫേറ്റ്. അപ്പൊ ഇതാണ് സോഡിയം സോപ്പും അഥവാ ഡിറ്റർജൻസും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇവിടെ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് സോപ്പാണോ ഡിറ്റർജന്റ് ആണോ കൂടുതൽ സോഫ്റ്റർ എന്ന് ചോദിക്കാം. അതേപോലെ പൊട്ടാസ്യം സോപ്പും ഉണ്ട്, സോഡിയം സോപ്പും ഉണ്ട്. ഏതാണ് മോർ സോഫ്റ്റ് ആയിട്ടുള്ളത്? നമുക്കറിയാം മെറ്റൽസ് പൊതുവേ സോഫ്റ്റ് ആണ്. അത് ഡൗൺ ദ ഗ്രൂപ്പ് ആകുമ്പോൾ മെറ്റൽസ് ഒന്നും കൂടെ സോഫ്റ്റർ ആവാണ്. പൊട്ടാസ്യത്തിനോട് സോഡിയത്തിനോട് കമ്പയർ ചെയ്യുമ്പോൾ പൊട്ടാസ്യം കുറച്ചും കൂടെ സോഫ്റ്റ് ആണ്. അതുകൊണ്ട് പൊട്ടാസ്യം സോപ്പ് ഈസ് മോസ്റ്റ് സോഫ്റ്റർ ദാൻ സോഡിയം. അപ്പൊ ആ 2-3 പോയിന്റ്സ് ആണ് എക്സ്ട്രാ നമുക്ക് ഓർത്ത് വെക്കാനുള്ളത്. ഇവിടെ ഞാൻ മെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഡിഫറൻസ് ആണ്. പിന്നെ നമ്മൾ ആലോചിക്കുക സോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡിറ്റർജന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തൊക്കെ ടൈപ്പ് സോപ്പുകൾ ഉണ്ട് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കുക. നമുക്ക് രണ്ടാമത്തെ ടോപ്പിക്സ് ആണ് കുക്കിംഗ് ഗ്യാസ്. കുക്കിംഗ് ഗ്യാസ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്നത് LPG ആണ്. LPG എന്ന് പറയുന്നത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്. അപ്പൊ അതൊരു ഫുൾ ഫോം ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. LPG എന്ന് പറയുന്നത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്, ഫ്ലെയിമബിൾ ആണ്, മിക്സ്ചർ ഓഫ് ഹൈഡ്രോ കാർബൺസ് ആണ് അതിന്റെ അകത്തുള്ളത്. അപ്പൊ എന്താണ്, ഏതൊക്കെയാണ് വരുന്നത് കോൺസ്റ്റിറ്റ്യുവൻസ്? പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, ബ്യൂട്ടിലീൻ, ഈഥൈൻ, എഥിലീൻ, പ്രൊപ്പിലീൻ, ഐസോബ്യൂട്ടൈൻ, ഐസോബ്യൂട്ടിലീൻ. ഇത്രയും കമ്പോണൻസ് ആണ് നമ്മുടെ കുക്കിംഗ് ഗ്യാസ് ആയിട്ടുള്ള LPGയിൽ വരുന്നത്. പിന്നെ ഇത് എങ്ങനെയാണ് ഇതിനെ ലിക്വിഫൈ ചെയ്യുന്നത്? ഗ്യാസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പൊ ഇതിനെങ്ങനെയാ ലിക്വിഫൈ ചെയ്യുന്നത്? ഹൈ പ്രഷറിലാണ്. ലോ പ്രഷർ ഉണ്ടാവുന്ന സമയത്ത് LPG gases can be compressed into liquid. At low pressure LPG gases can be compressed into liquid. പിന്നെ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ആക്കുന്നത് എന്ന് ആലോചിച്ച് വെക്കുക. മെയിൻ ആയിട്ട് ഇപ്പൊ ഇതിൽ ഇത്രയും കമ്പോണൻസ് പറഞ്ഞാൽ കൂടെ ഇതിലൊരു 7 കമ്പോണൻസ് പറഞ്ഞിട്ടുണ്ട്. ആ 7 എണ്ണത്തിനെക്കാട്ടിലും മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ പ്രൊപ്പൈനും ബ്യൂട്ടൈനും ആണ്. അപ്പൊ പ്രൊപ്പൈന്റെയും ബ്യൂട്ടൈന്റെയും സ്ട്രക്ചറും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ നമുക്കറിയാം LPG എന്ന് പറയുന്നത് സ്മെല്ല് ഇല്ലാത്തതാണ്, അതേപോലെ കളർ ഇല്ലാത്തതാണ്. അപ്പൊ ഈ LPG ലീക്കേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്മെല്ല് കിട്ടുന്നുണ്ട്. അതെന്തോ ഒരു കെമിക്കലിന്റെ പ്രസൻസ് കാരണമാണ്. ആ കെമിക്കൽ എന്താണ്? ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ് ആ ഒരു പഞ്ചൻ സ്മെല്ലിന് കാരണമായിട്ടുള്ളത്. ഇത്രയും ഭാഗമാണ് ഇവിടെ നിന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉള്ളൂ. അതായത് അതിലെ കമ്പോണൻസ് ഏതെല്ലാം, മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് ഏതെല്ലാം എന്ന് ചോദിക്കാം. പിന്നെ അതിന് ആ ഒരു സ്മെല്ല് നൽകുന്നത് അല്ലെങ്കിൽ ഓർഡർ നൽകുന്നത്
ഏതൊരു കെമിക്കൽ ആണെന്ന് ചോദിക്കാം. ആ ഒരു പഞ്ചന്റ് സ്മെല്ലിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കെമിക്കലിന്റെ പേരെന്താന്ന് ചോദിക്കാം. അപ്പൊ അത് ഈഥൈൽ മെർക്യാപ്റ്റൺ ആണ്. ഇനി മൂന്നാമത്തെ നമ്മുടെ ടോപ്പിക് ആണ് ഹെയർ ഡൈ എന്ന് പറയുന്നത്. ഹെയർ ഡൈ എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ കളറിന്, അതായത് നാച്ചുറലി ഉള്ള കളറിന് മാറ്റിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പിഗ്മെന്റ് നമ്മുടെ ഹെയറിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹെയർ ഡൈസ്. അതേപോലെ തന്നെ പ്രീമച്വർ ഗ്രേയിങ്ങിനൊക്കെ അല്ലെങ്കിൽ ഗ്രേയിങ്ങിനൊക്കെ നമ്മൾ അതിനൊക്കെ പ്രിവെന്റ് ചെയ്യാമെന്നല്ല, അതിനൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്നതാണ് ഹെയർ ഡൈസ്. അപ്പൊ ഈ ഹെയർ ഡൈയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കെമിക്കൽസ് ഉണ്ട്. ഇപ്പൊ അമോണിയ ഉണ്ട്. അമോണിയ എന്ന് പറയുന്നത് നമ്മൾ പരസ്യത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. അമോണിയ ഫ്രീ ആയിട്ടുള്ള ഹെയർ ഡൈസ് ആണ് കൂടുതലായിട്ടും ഇപ്പൊ മാർക്കറ്റിലുള്ളത്. കാരണം അമോണിയ എന്ന് പറയുന്ന ഒരു കെമിക്കല് നമ്മുടെ ഹെയറിന്റെ സ്ട്രാൻഡ്സിന്റെ ഉള്ളിലേക്ക് ഈ ഒരു കെമിക്കൽസിനെ പെനിട്രേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അമോണിയ ദോഷകരമാണ് അതിന്റെ ക്വാണ്ടിറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ. പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ട്. അതേപോലെ തന്നെ ഫിനൈൽ ഡയമീനൊക്കെ യൂസ് ആക്കുന്നുണ്ട് നമ്മുടെ ഹെയറിൽ. അപ്പൊ അമോണിയാണ് ഈ ഒരു ഹെയർ ഷാഫ്റ്റിന്റെ ഉള്ളിലേക്ക് ഈ ഒരു എന്താ പറയാ ഡൈനെ പെനിട്രേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അതേപോലെ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്താ ചെയ്യുന്നത്? ഹെയറിനെ ലൈറ്റൻ ചെയ്യാനാണ് സഹായിക്കുന്നത്. ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് അടങ്ങിയിട്ടുള്ള ഡൈസ് ഒക്കെ പെർമനന്റ് ഡൈസ് ആയിരിക്കും കേട്ടോ. അപ്പൊ പെർമനന്റ് ഡൈയിൽ കൂടുതൽ നാള് കളർ നിൽക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ്. അതായത് ലൈറ്റൻ ചെയ്യും, നമ്മുടെ ഹെയറിന്റെ ലൈറ്റൻ ചെയ്യും. അതാണ് ഹെയർ ഡൈയിൽ ഉള്ളത്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും അതിന്റെ ഫങ്ഷൻസും ഉണ്ട്. അത് ജസ്റ്റ് ഒരു ടേബിൾ പോലെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കോസ്മെറ്റിക്സിന്റെ കേസിൽ ഈ ഒരു ടേബിൾ മാത്രം കോസ്മെറ്റിക്സിൽ നോക്കിയിട്ട് പോയാൽ മതി. ടൈപ്സ് ഓഫ് കോസ്മെറ്റിക്സിന്റെ കേസിൽ ഈ ഒരു ടേബിൾ മാത്രമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ടൈപ്പ് ഓഫ് ഇൻഗ്രീഡിയന്റും അതിന്റെ ഫംഗ്ഷനും കൊടുത്തിട്ടുണ്ട്. അതായത് ഡൈ ഓർ പിഗ്മെന്റ്, കളർ കോസ്മെറ്റിക്സും, പിന്നെ എമോലിയൻസ്, എമൾസിഫയേഴ്സ്, ഫ്രാഗ്രൻസ്, pH സ്റ്റെബിലൈസേഴ്സ്, പ്രിസർവേറ്റീവ്സ്, സോൾവെന്റ്സ്, ഇതെല്ലാമാണ് ഇൻഗ്രീഡിയൻസിൽ വരുന്നത്. ഇനി അതിന്റെ ഫംഗ്ഷൻ, ഡൈ ഓർ പിഗ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ആക്കുന്നത്? ആ കോസ്മെറ്റിക്സിന്റെ കളറിന് വേണ്ടിയിട്ട്. കോസ്മെറ്റിക് എന്ന് പറയുന്നത് എല്ലാം പെടും. അതായത് നമ്മുടെ ഐലൈനർ, ലിപ്സ്റ്റിക്, ബ്ലഷ്, അതേപോലെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ കോസ്മെറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പലതിനും നമുക്ക് കളർ ആവശ്യമാണ്. ഇപ്പൊ ലിപ്സ്റ്റിക്കിന് പിഗ്മെന്റഡ് ലിപ്സ്റ്റിക്സ് ആണ് നമ്മൾ കൂടുതലും യൂസ് ആക്കുന്നത്. അപ്പൊ അതിന് ഡൈയും പിഗ്മെന്റും നമ്മൾ യൂസ് ആക്കണം. കളറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എമോലിയൻസ് എന്തിനാ യൂസ് ചെയ്യുന്നത്? വാട്ടർ ലോസ് പ്രിവെന്റ് ചെയ്യാൻ. അതായത് നമ്മൾ കൂടുതൽ ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് എമോലിയൻസ് യൂസ് ചെയ്യുന്നത്. എമൾസിഫയേഴ്സ് എന്തിനാ യൂസ് ചെയ്യുന്നത്? സ്റ്റോപ്പ് ഇൻഗ്രീഡിയൻസ് ഫ്രം സെപ്പറേഷൻ. അതായത് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അത് സെപ്പറേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എമൾസിഫയേഴ്സ് ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് എമൾസിഫയേഴ്സ് ആഡ് ചെയ്യുന്നത്. ഫ്രാഗ്രൻസ് എന്തിനാണ്? സ്മെല്ല് നൽകാനാണ്. pH സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഒരു pH ആണ്, ഹെയറിന് ഒരു pH ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഹാൻഡ്, ലെഗ്, ഇതിനൊക്കെ വേറൊരു pH ആണ്. നമ്മുടെ വെൻ കമ്പയർഡ് ടു ഫേസ് കുറച്ചും കൂടെ ആ ഒരു pH ലെവലൊക്കെ ബാലൻസ് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ കോസ്മെറ്റിക് പ്രോഡക്ട്സും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ pH സ്റ്റെബിലൈസേഴ്സ് യൂസ് ചെയ്യണം, pH അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രിസർവേറ്റീവ്സ് എന്തിനാണ്? എന്തൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്തൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ മൈക്രോ ഓർഗാനിസംസ് വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യുന്നത്. സോൾവെന്റ്സ്, ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസിനൊക്കെ ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സോൾവെന്റ് നമ്മൾ അതിൽ യൂസ് ആക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് മോത്ത് ബോൾസ്. മോത്ത് ബോൾസിൽ ഇവിടെ രണ്ടെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്, നാഫ്തലിനും പാരാഡൈക്ലോറോ ബെൻസീനും. ഇത് യൂസ് ചെയ്തിട്ടുള്ള മോത്ത് ബോൾസ് ആണ് ഉള്ളത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? റൂം ടെമ്പറേച്ചറിൽ ഇത് എപ്പോഴും എന്തായിട്ടിരിക്കും? ബോൾസ്, അതായത് സോളിഡ് ഫോമിലാണ് ഇരിക്കുന്നത്. ഫ്ലേക്സ് ഓർ കേക്സിന്റെ ആ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫ്യൂംസ് ആയിട്ടാണ് മാറുന്നത്. സ്ലോലി ചേഞ്ചസ് ടു ഗ്യാസ് ആണ്. അതായത് ഇതിനൊരു ലിക്വിഡ് സ്റ്റേറ്റ് ഇല്ല. മെയിൻലി നാഫ്തലിനും പാരാഡൈക്ലോറോബെൻസീനും. ഇതിൽ ഏതൊക്കെയാണ് മോത്ത് ബോൾസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണെങ്കിൽ നാഫ്തലിനും പാരാഡൈക്ലോറോബെൻസീനും ആണ്. ഇനി ടൂത്ത് പേസ്റ്റ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന സർഫക്റ്റൻസിൽ ഒന്നാണ് ടൂത്ത് പേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മെയിൻലി സർഫക്റ്റൻസ് അടങ്ങിയിട്ടുള്ളത് സർഫക്റ്റൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ടൂത്ത് പേസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സർഫക്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സ്മോൾ ഡോസസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ കോൾഗേറ്റ് അതേപോലെ തന്നെ ബാക്കിയുള്ള പേസ്റ്റ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം അതിലുള്ള കമ്പോണൻസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ് കാണാനായിട്ട് പറ്റും. അതിൽ ഫ്ലൂറൈഡ് കാണാം,
ബാക്കിയുള്ള കാർബണേറ്റ്സ്, കാൽഷ്യം കാർബണേറ്റ് ഇതെല്ലാം കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിൽ ഫ്ലൂറൈഡിന്റെ കണ്ടന്റ് കൂടുതലാണെങ്കിൽ അതിന് ഇനാമൽ, ടൂത്തിന്റെ ഇനാമൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. അതുവഴി നമുക്ക് ടൂത്തിന്റെ ഡീകെ കുറയ്ക്കാൻ, അതായത് ഈ കേട് വരുന്ന ആ ഭാഗങ്ങളൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും ഇനാമൽ സ്ട്രെങ്തൻ ചെയ്യുന്നത് കൊണ്ട്. ഒരുപാട് കാലം നമ്മൾ ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള പേസ്റ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടൂത്ത് ഡീക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇതാണ് അതിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളത്. പിന്നെ ചോദിക്കുന്നത് കാൽഷ്യം കാർബണേറ്റ് എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പേസ്റ്റില്. എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? മൈൽഡ് അബ്രസീവ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പ്യൂരിഫൈഡ് കാൽഷ്യം ഫ്രം ദ എർത്ത് ആണ് സോഴ്സ്. ഗ്ലിസറിൻ എന്താ? മോയിസ്റ്റ്, അതായത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകാനായിട്ട് പാടില്ല. വെജിറ്റബിൾ ഓയിൽസ് ആണ് യൂസ് ആക്കുന്നത്. വാട്ടർ അതിന്റെ കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട്. സിലിറ്റോൾ എന്ന് പറയുന്നത് ഫ്ലേവർ ആണ്. ബിഷ് ട്രീസ് ഓഫ് കോൺ ആണ് യൂസ് ആക്കുന്നത്. ഹൈഡ്രേറ്റഡ് സിലിക്ക എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ആണ്. സിലിക്ക ബേസ്ഡ് ടൂത്ത് പേസ്റ്റ് ആണ് കൂടുതലുള്ളത്. സിങ്ക് സിട്രേറ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഫ്രഷ് ആൻഡ് ബ്രത്തിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ പല്ല് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീല് സിങ്ക് സിട്രേറ്റ് കാരണമാണ്. പെപ്പർമിന്റ് എന്ന് പറയുന്നത് ഫ്ലേവർ ആണ്. അത് ഏത് വേണമെങ്കിലും യൂസ് ആക്കാം. സോഡിയം ലോറൈൽ സൾഫേറ്റ് ഡിസ്പേഴ്സന്റ് ആണ്. കെറാഞ്ചിന് തിക്നർ ആണ്. സോഡിയം ബൈകാർബണേറ്റ് മൗത്ത് ഫ്രഷ്നർ ആണ്. ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കി വെക്കുക. ഇതിന്റെ എന്താ പറയാ, സോഴ്സ് ചോദിക്കണമെന്നില്ല, പക്ഷെ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് അത് എന്തിന് യൂസ് ചെയ്യുന്നു, പിന്നെ നമ്മുടെ ഇവിടെ കാൽഷ്യം കാർബണേറ്റ് ആണ് ഉള്ളത് അല്ലെ. ഇപ്പോ പേസ്റ്റ് എന്ന് പറയുന്നത് ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് ചോദിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ പേസ്റ്റ് എന്താണ്? പേസ്റ്റ് എപ്പോഴും ഹയർ ദാൻ 7 ആയിരിക്കും. pH ലോവർ ദാൻ 7 ആയിരിക്കും. എപ്പോഴും ഹയർ ദാൻ 7 ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നിങ്ങൾ തന്നെ ആൻസർ പറയാനായിട്ട് നോക്കുക. ഞാൻ ഇവിടെ ആൻസർ മെൻഷൻ ചെയ്യുന്നില്ല, മെൻഷൻ ചെയ്തിട്ടില്ല. നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞു പോവാം. വാട്ട് മെറ്റീരിയൽ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ആന്റാസിഡ്സ് ടു റിമൂവ് അസിഡിറ്റി? ഏത് മെറ്റീരിയൽ ആണ്, എന്ത് മെറ്റീരിയൽ ആണ് യൂസ് ആക്കുന്നത്? ആന്റാസിഡ് അല്ലെങ്കിൽ അസിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഫുഡൊന്നും കഴിക്കാതിരിക്കുന്ന സമയത്ത് എന്തുണ്ടാവും? നമ്മുടെ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള, അതായത് ഓട്ടോമാറ്റിക്കലി കഴിക്കുന്ന സമയത്താണെങ്കിൽ അത് എന്ത് ചെയ്യും? ജനറേറ്റ് ചെയ്യും. HCl ജനറേറ്റ് ചെയ്യും നമ്മുടെ സ്റ്റൊമക്ക്. അപ്പൊ ആ ഒരു ഫുഡ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിന് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഫുഡ് അവിടെ വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ഒരു അളവ് കൂടിയും കൊണ്ടേയിരിക്കും. ആ ഫുഡ് കിട്ടുന്ന വരെ ഇത് കൂടിയും കൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു അസിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് കഴിക്കേണ്ടത്? ആന്റാസിഡ് കഴിക്കണം. അപ്പൊ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? ബേസ് കൊടുക്കണം. അപ്പൊ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ്? ഇപ്പൊ ഷുഗർ തന്നിട്ടുണ്ട്, സോൾട്ട് തന്നിട്ടുണ്ട്, സോഡിയം ബൈകാർബണേറ്റ് തന്നിട്ടുണ്ട്, വിനിഗർ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് നമ്മൾ ആന്റാസിഡ് ആയിട്ട് യൂസ് ആക്കുന്നത്? ഓരോന്നിന്റെ പേരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇപ്പൊ ജലൂസിൽ ഒരു ആന്റാസിഡ് ആണ്. അപ്പൊ ഇതിൽ ഏതാണ് ആന്റാസിഡ് ആയിട്ട് യൂസ് ആക്കുന്നത്? ഷുഗർ ആണോ? ഷുഗർ ആണോ? ഷുഗർ നമ്മൾ യൂസ് ആക്കുന്നില്ല. വിനിഗർ ആണോ? ആദ്യം തന്നെ നമുക്ക് വെട്ടാം. വിനിഗർ എന്താണ്? എന്ത് നേച്ചറാണ്? ആസിഡ് നേച്ചറാണ്. അപ്പൊ ആസിഡിലേക്ക് നമ്മൾ പിന്നെ ആസിഡ് കഴിക്കില്ലല്ലോ. സോൾട്ട് ആണോ? അല്ല. അവിടെ എന്താണ് ആൻസർ വരുന്നത്? സോഡിയം ബൈകാർബണേറ്റ് ആണ് ബേസ് ആയിട്ടുള്ളത്. അപ്പൊ സോഡിയം ബൈകാർബണേറ്റ് ആണ് അതിന്റെ ആൻസർ വരുന്നത്. ഇനി വാട്ട് ഈസ് ദ മെയിൻ കമ്പോണന്റ് ഇൻ ബ്ലീച്ച് ദാറ്റ് ഹാവിംഗ് ക്ലെൻസിങ് ആൻഡ് ഡിസിൻഫെക്റ്റന്റ് പ്രോപ്പർട്ടീസ്? എന്താണ്? ക്ലെൻസിങ്ങിനും ഡിസിൻഫെക്റ്റന്റ് പ്രോപ്പർട്ടീസിനുള്ള മെയിൻ ആയിട്ടുള്ള കമ്പോണന്റ് ഏതാണ് ബ്ലീച്ചില്? സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്, അമോണിയ, ഹൈഡ്രജൻ പെറോക്സൈഡ്, ആൽക്കഹോൾ. 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഇതിൽ ഏതാണ്? ഏതൊക്കെ അല്ല? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണോ? അല്ല. ആൽക്കഹോൾ ആണോ? അല്ല. അമോണിയ ആണ്. സോഡിയം ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ആക്കാറുണ്ടോ? ഇല്ല. അപ്പൊ ഏതാണ് നമ്മുടെ ആൻസർ വന്നിട്ട്? സോഡിയം ഹൈപ്പോ ക്ലോറൈറ്റ് ആണ് ആൻസർ. നമുക്ക് ആൻസർ മാത്രം ടിക്ക് ചെയ്യാം. സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്. രണ്ടെണ്ണത്തിന് ആൻസർ കിട്ടി. ഇനി വിച്ച് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ പ്ലാസ്റ്റിക് റാപ്പ്? നമ്മുടെ ക്ലിംഗ് റാപ്പുകളൊക്കെ ഇല്ലേ? ആ ക്ലിംഗ് റാപ്പിലൊക്കെ നമ്മൾ ഏത് ടൈപ്പ് പ്ലാസ്റ്റിക് ആണ് യൂസ് ആക്കുന്നത്? നൈലോൺ ഉണ്ട്. നൈലോൺ ആണോ? നൈലോൺ നമ്മൾ എവിടെയാ യൂസ് ചെയ്യുന്നത്? അല്ല. പോളിയസ്റ്റർ ആണോ? അല്ല. രണ്ടെണ്ണം എന്തായാലും വെട്ടിപ്പോയി. ഇനി പോളി എത്തിലീൻ ആണോ പോളിപ്രോപ്പിലീൻ ആണോ? അവിടെയാണ് നമുക്ക് ഡൗട്ട് വരുന്നത്. അപ്പൊ ആലോചിച്ച് വെക്കുക.
ക്ലിംഗ് റാപ്പില് അതേപോലെ പ്ലാസ്റ്റിക് കവേഴ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പോളിത്തീൻ ഷീറ്റുകളാണ്. അപ്പോ പോളിഎത്തിലീൻ ആണ് ആൻസർ വരുന്നത്. മൂന്ന് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞില്ലേ? നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ആന്റി ഓക്സിഡൻസ് ഇൻ ഫുഡ്? ഫുഡിലുള്ള ആന്റി ഓക്സിഡൻസുകൾ ഏതൊക്കെയാണ്? വാട്ട് ഈസ് ദ യൂസ് ഓഫ് ആന്റി ഓക്സിഡൻസ് ഇൻ ഫുഡ്? ഏതൊക്കെയാ ഫുഡിലുള്ള ആന്റി ഓക്സിഡൻസ്? ഇനി ഈ ആന്റി ഓക്സിഡന്റ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്ന ഫുഡില്? ഫ്ലേവർ എൻഹാൻസ് ചെയ്യാനാണോ? അതിന് നമുക്ക് ഫ്ലേവറിങ് ഏജൻസ് ഉണ്ട്. സ്വീറ്റൻ ഫുഡ്, അതായത് ഫുഡിനെ മധുരം കൂട്ടാൻ വേണ്ടിയിട്ടാണോ? അതിന് നമുക്ക് സ്വീറ്റനേഴ്സ് ഉണ്ട്. കളറിന് വേണ്ടിയിട്ടാണോ? അതിന് നമുക്ക് ഡൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. എന്തിനാണ്? പ്രിവെന്റ് സ്പോയിലേജ്. അതാണ് ആൻസർ വരുന്നത്. അതായത് നമ്മുടെ ഫുഡ് കുറെ നേരം തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഓക്സിജനായിട്ട് കോണ്ടാക്ട് വരും, അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് കൂടുതലായിരിക്കും. അപ്പൊ ഇതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുമായിട്ടുള്ള ആ ഒരു റിയാക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആന്റി ഓക്സിഡൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഹെയർ ഡൈ വിച്ച് കെമിക്കൽ ഈസ് യൂസ്ഡ് ടു ലൈറ്റ് യൂസ് ആക്കുന്നത് ഞാൻ പറഞ്ഞത്? അമോണിയ അല്ല. അമോണിയ എന്തിനു വേണ്ടിയിട്ടാന്ന് കൂടെ പറ. ഹെയർ ഷാഫ്റ്റിന്റെ ഉള്ളിലേക്ക് കെമിക്കൽസിനെ പെനിട്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അമോണിയ. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണോ? അല്ല. കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് ആണോ? അല്ല. പിന്നെ അവിടെയുള്ള ആൻസർ എന്താണ്? നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ആൻസർ വരുന്നത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഫ്ലൂറൈഡ് ഇൻ ടൂത്ത് പേസ്റ്റ് ഹെൽപ്സ് ടു മേക്ക് ടീത്ത് വൈറ്റർ, ടു കിൽ ബാക്ടീരിയ, ടു സ്ട്രെങ്തനിങ് ഇനാമൽ, ടു ആഡിങ് ഫ്ലേവർ. അപ്പൊ ആലോചിക്കാം, വൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? വൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? കാൽഷ്യം കാർബണേറ്റ്സ് ആണ് ആഡ് ചെയ്യുന്നത്. ബാക്ടീരിയനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ആഡിങ് ഫ്ലേവറിന് വേണ്ടിയിട്ടാണോ? അതോ ഇനാമൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഞാൻ പറഞ്ഞു ആ ടൂത്ത് പേസ്റ്റിന്റെ ഒരു കേസ് പറഞ്ഞപ്പോൾ ഫസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ ടൂത്ത് ഡീക്കെ പ്രിവെന്റ് ചെയ്യും. എങ്ങനെ ടൂത്ത് ഡീക്കെ പ്രിവെന്റ് ചെയ്യുന്നത്? നമ്മുടെ ഇനാമലിനെ സ്ട്രെങ്തൻ ചെയ്തിട്ടാണ് ടൂത്ത് ഡീക്കെ പ്രിവെന്റ് ചെയ്യുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. പിന്നെ നമുക്ക് അടുത്ത 2 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. ഫ്ലൂറൈഡിന്റെ കേസ് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ മെയിൻ കണ്ടന്റ് ഇൻ വിനെഗർ ദാറ്റ് ഗീവ് അസിഡിക് പ്രോപ്പർട്ടി? വിനാഗിരി നമ്മുടെ വീട്ടിലെല്ലാം ഉള്ളതാണ്. ആ വിനാഗിരിക്ക് എന്തിന്റെ സ്മെല്ലാണ്? അസറ്റിക് ആസിഡിന്റെ സ്മെല്ലാണ്. അപ്പൊ എന്താണ് ആൻസർ വരുന്നത്? ഏത് കണ്ടന്റ് ആണ്? അസറ്റിക് ആസിഡ് ആണ്. സിട്രിക് ആസിഡ് എന്തിലുള്ളത്? നാരങ്ങയിലാണ്. മാലിക് ആസിഡും ലാക്ടിക് ആസിഡും അല്ല. അസറ്റിക് ആസിഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വിച്ച് ഹൗസ് ഹോൾഡ് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ആസ് സർഫക്റ്റന്റ്? അത് ഞാൻ പറഞ്ഞതാണ്. ഒരു പ്രത്യേക കേസിൽ കുക്കിംഗ് ഗ്യാസ് ആണോ സർഫക്റ്റന്റ് ആയിട്ട് യൂസ് ആക്കുന്നത്? മോത്ത് ബോൾസ് ആണോ? അല്ല. ഇവിടെ നമുക്ക് സംശയം വരുന്നത് സോപ്പും ടൂത്ത് പേസ്റ്റും ആണ്. അപ്പൊ ആലോചിക്കുക, കൂടുതൽ സർഫക്റ്റന്റ് ആയിട്ട് നമ്മൾ യൂസ് ആക്കുന്നത് ടൂത്ത് പേസ്റ്റ് ആണ്. ഇനി വാട്ടർ ബോട്ടിൽസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ഏതാണ്? നമ്മൾ ഷീറ്റിൽ പറഞ്ഞു, അതായത് ക്ലിംഗ് റാപ്പിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞു ഏത് പ്ലാസ്റ്റിക് ആണ് യൂസ് ആക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ വാട്ടർ ബോട്ടിൽസിന്റെ കേസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ അടിയിൽ കാണാനായിട്ട് പറ്റും PET എന്ന് പറഞ്ഞിട്ട്, പോളിയെത്തിലീൻ ടെറാത്താലൈറ്റ് ആണ് യൂസ് ആക്കുന്നത്. പോളിയെത്തിലീൻ ടെറാത്താലൈറ്റ് ആണ് യൂസ് ആക്കുന്നത്. ഇനി ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ആർ ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട് ടു റെഡ്യൂസ് ഫാറ്റ് ഇൻടേക്ക് ആണോ? അല്ല. പിന്നെ അടുത്ത ഓപ്ഷൻ എന്താണ്? ലിമിറ്റ് പ്രോട്ടീൻ ആണോ? ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അതോ നൺ ഓഫ് ദി എബവ് ആണോ? എന്തിനു വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് നമ്മൾ യൂസ് ആക്കുന്നത്? ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ആക്കുന്നത്. കൺട്രോൾ ഷുഗർ ഇൻടേക്ക്. ഇനി വിച്ച് ടൈപ്പ് ഓഫ് പിഗ്മെന്റ് ഈസ് കോമൺലി യൂസ്ഡ് ടു ക്രിയേറ്റ് ബ്രൈറ്റ് വൈറ്റ് പെയിന്റ് കളർ?
പെയിന്റിന്റെ കളർ വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പിഗ്മെന്റ് ഏതാണ്? ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വിച്ച് ടൈപ്പ് ഓഫ് പിഗ്മെന്റ് ഈസ് കോമൺലി യൂസ്ഡ് ടു ബ്രൈറ്റ് വൈറ്റ് പെയിന്റ് കളർ? ഏതാണ്? ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് കുറച്ച് ഭാഗമേ ഉള്ളൂ, ചെറിയ വീഡിയോ ആണിത്. അപ്പൊ മാക്സിമം ആണെങ്കിൽ പിന്നെ നോട്ട് നന്നായിട്ട് വായിക്കുക. ഓരോ വരിയും ഇമ്പോർട്ടന്റ് ആണ്, അതിനനുസരിച്ചിട്ട് വായിക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു.